എന്താ ഡോക്ടർ ഇത്? ഒരു ചെറിയ കിഡ്നിക്ക് ഒരു 10-15 മരുന്നും ഈ ചെറിയൊരു പൈറ്റങ്കുരു പോലുള്ള കിഡ്നിക്ക് 15 മരുന്നും എന്തത്? ഇങ്ങനെ ഇരിക്കും. ഈ കിഡ്നിയുടെ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. നമ്മുടെ 2 കിഡ്നിയും കൂടി ഒരു 15%-ഒക്കെ താഴെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും ഗുളിക തരുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. 10% അല്ലെങ്കിൽ ഒരു 15% താഴെ പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി, ഈ കിഡ്നി ചെയ്യുന്ന ജോലിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണ്ടേ അല്ലേ? ചെയ്യേണ്ടതല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണ് കിഡ്നി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? മൂത്രം ഉണ്ടാക്കാന്ന് മാത്രമല്ല കിഡ്നിൻ്റെ ജോലി, അതൊരു ജോലി മാത്രമാണ്. വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കിഡ്നി ചെയ്യുന്നുണ്ട്. ഇതിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് യൂറിനായിട്ട് നമ്മൾ കളയുന്നുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനുള്ള എരിത്രോപോയിറ്റ് എന്ന് പറയുന്ന ഹോർമോൺ അതുണ്ടാക്കുന്ന നമ്മൾ കിഡ്നിയിൽ നിന്നാണ്. രക്തത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന നമ്മളെ കിഡ്നിയാണ്. നമ്മുടെ കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കിഡ്നിയാണ്. സോഡിയം, പൊട്ടാഷ്യം, എപ്പോഴും കേട്ടില്ല സോഡിയം കുറയുക, പൊട്ടാഷ്യം കൂടുക, ഇതൊക്കെ കിഡ്നി ആണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മുടെ BP, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ഹോർമോൺസ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ കിഡ്നിയാണ്. കിഡ്നി മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ കിഡ്നി ഒരു പ്രധാനപ്പെട്ട റോൾ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കിഡ്നി ചെയ്യേണ്ട ജോലി നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതിനാണ് ഇത്രയും ഗുളികകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷുഗറും പ്രഷറും വരാതെ നോക്കുക, കിഡ്നിയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, കിഡ്നി ചെക്കപ്പ് കൃത്യമായിട്ട് ചെയ്യുക, കിഡ്നി രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നേരത്തെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലോട്ട് പോവില്ല. എത്ര ഡയാലിസിസ് സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ വരുന്നറിയോ? അതൊക്കെ ഈ കിഡ്നി പേഷ്യൻസ് കൂടുന്നതുകൊണ്ടാണ്. അപ്പം ഇത്രയും ഗുളികകൾ കഴിക്കുക അല്ലാതെ പുള്ളിക്കിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത് എനിക്ക് വേറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതുന്നതല്ല ഈ ഷീറ്റ്. ഇതിൽ ഓരോ മരുന്ന് എന്തിനാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കിഡ്നി രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ വേണ്ട ചികിത്സ എടുക്കാനും ചെയ്യേണ്ടതാണ്.